ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നമ്മളെ ഇവിടെ ഇറക്കി വിടാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? എടി മോളെ, ഇവിടെ മറ്റുള്ളവരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ജയഭാരതി ഉണ്ടല്ലോ, അവരെ പേടിക്കണം. അതൊരു വിളഞ്ഞ വിത്തോ. എത്ര വിളഞ്ഞ വിത്തായാലും എന്റെ മുത്തശ്ശിയെ വെട്ടിച്ച് മുന്നോട്ട് പോവാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. ആ, അതവിടെ നിക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? രാധികയും വരുണും തമ്മിലുള്ള അടിയുറച്ച ബന്ധവാ. അതിനകത്തൊരു വിള്ളല് വീഴ്ത്താതെ നിനക്ക് വരുണിന്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെ. അവര് തമ്മിൽ എങ്ങനെ വേർപിരിയാനാ മുത്തശ്ശി? രണ്ടുപേരും ഇരട്ടകളെ പോലെ ഒട്ടുചേർന്നങ്ങ് നടക്കല്ലേ? പൊളിക്കണം. ഇതല്ല, ഇതിന് വലിയ ബന്ധവും ആൾക്കാര് പൊളിച്ചടുക്കാറുണ്ട്. അതിനെന്താ വഴിയെന്നറിയാവോ? എന്താ? ഇന്ന് വരുൺ അവന്റെ ബെഡ്റൂമിൽ എത്തുമ്പോഴേ അവന്റെ പുറകെ നീ ബെഡ്റൂമിലേക്ക് എത്തണം. എന്നിട്ട് നീ ബെഡ്റൂമിന്റെ ലോക്ക് ഇട്ടിട്ട് അതിനകത്ത് തന്നെ ഇരിക്കണം. പിന്നെ ഇപ്പൊ ഇരുത്തിയത് തന്നെ വരുൺ എന്നെ കൊല്ലും. എടി, അവൻ ബഹളം ഉണ്ടാക്കും, കൊല്ലാൻ ശ്രമിക്കും. അതൊക്കെ നീ തടുത്തോളണം. ഒരു കാര്യം നീ ഓർമ്മിച്ചാ മതി, അവനുണ്ടാക്കുന്ന ബഹളവും നിന്നെ പുറത്തിറക്കാൻ നടത്തുന്ന ശ്രമവും ഒക്കെ അവന്റെ കഴുത്തിലേക്കുള്ളൊരു കുരുക്ക. എന്നെ കൊണ്ട് നടക്കുമോ മുത്തശ്ശി? എല്ലാം ആഗ്രഹിക്കുകയും ചെയ്യും, ഒന്നും നടത്താനും പറ്റില്ല. എടി, എനിക്ക് നിന്റെ കൂടെ അവന്റെ ബെഡ്റൂമിൽ ചെന്നിരിക്കാൻ പറ്റുമോ? ആ ബെഡ്റൂമില് ഒരു ദിവസം മുഴുവൻ അവന്റെ കൂടെ കഴിയാമെങ്കിൽ പുറത്തിരിക്കുന്ന രാധികയുടെ മനസ്സിൽ ചെറിയ ഒരു സംശയം വീഴില്ലേ? മുറിയിലിരിക്കുന്നതേ ചെറുപ്പക്കാരനായ ഒരാണും ചെറുപ്പക്കാരിയായ ഒരു പെണ്ണുവാ. എടി, എന്തെങ്കിലും തെറ്റായി നടന്നാലോ എന്നൊന്ന് ചിന്തിക്കില്ലേ? അത് ചിലപ്പോ ചിന്തിക്കും. ആ, ചിലപ്പോഴല്ല, അവളൊരു പെണ്ണാ, ഉറപ്പായിട്ടും ചിന്തിക്കും. അങ്ങനെ ഇവിടെ ചെറിയൊരു തീപ്പൊരി കിട്ടിയാ മതിയടി മോളെ, ഇവിടെ നമുക്ക് തീയിടാൻ. മുത്തശ്ശിക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരുണിന്റെ ബെഡ്റൂമിൽ കയറാം, കഥക് ലോക്ക് ചെയ്യുകയും ചെയ്യാം. എന്നെ കൊന്നിട്ടല്ലാതെ വരുൺ ആ ബെഡ്റൂം തുറക്കില്ല. എന്നാ നീ ഉറപ്പിച്ചോ മോളെ, നാളെ മുതൽ നീ തന്നെയായിരിക്കും വരുണിന്റെ ഭാര്യ. നീ തന്നെയാ അവന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. മുത്തശ്ശി, അവൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും വരുൺ എന്റെ സ്വന്തം ആവുകയും ചെയ്യാന്നതാ നമ്മളീ കഷ്ടപ്പെടുന്നതിന്റെയൊക്കെ ഉദ്ദേശം. ഏതായാലും ഇന്നത്തെ രാത്രി എനിക്കും എന്റെ ഭർത്താവ് വരുണിനും ഉള്ളതാ. രാധികയ്ക്ക് പുറത്തുനിന്ന് കരയാനേ പറ്റൂ.